ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. നമ്മൾ എം.കോം തേർഡ് സെമിസ്റ്ററിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സെലക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോൻ്റെ ടൈപ്സുകൾ, അതുമാതിരി പോർട്ട്ഫോളിയോ എങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി പോർട്ട്ഫോളിയോ മെഷേഴ്സുകൾ, അതായത് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും റിട്ടേണും മെഷർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ റിട്ടേൺ മെഷർ ചെയ്യാനുള്ളതും അതുമാതിരി റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോബ്ലമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പോർട്ട്ഫോളിയോ റിസ്ക് വേരിയൻസ്, അതായത് പോർട്ട്ഫോളിയോ വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, രണ്ട് സെക്യൂരിറ്റീസിൻ്റെ പോർട്ട്ഫോളിയോ വേരിയൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് നോക്കുന്നത്. പോർട്ട്ഫോളിയോ റിസ്ക് ഓർ വേരിയൻസ് of a portfolio is not simply a weighted average of a variance of the individual securities in the portfolio. അതായത് പോർട്ട്ഫോളിയോയിലെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസുകളുടെ വെയ്റ്റഡ് ആവറേജസ് ഓഫ് വേരിയൻസ് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോർട്ട്ഫോളിയോയിലെ ഓരോ സെക്യൂരിറ്റീസുകളും അതുമാതിരി മറ്റ് സെക്യൂരിറ്റീസുകളുമായിട്ടുള്ള റിലേഷനും അവരുടെ റിട്ടേണിൻ്റെ കോവേരിയൻസുകളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അതും ഉപയോഗിച്ചിട്ട് വേണം നമ്മളിവിടെ പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ വിത്ത് എവറി other securities as measured by the covariance of return has also to be considered. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഓരോ സെക്യൂരിറ്റീസും മറ്റ് സെക്യൂരിറ്റീസുകളുമായിട്ടുള്ള റിലേഷനും അതുമാതിരി റിട്ടേണിൻ്റെ കോവേരിയൻസുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പോർട്ട്ഫോളിയോ റിസ്ക് ഓർ വേരിയൻസ് ഓഫ് എ പോർട്ട്ഫോളിയോ ഓഫ് ടു സെക്യൂരിറ്റീസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. അതായത് ഈ ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി, അതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് എഴുതി വെക്കേണ്ടത്. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ സ്ക്വയർ പ്ലസ് 2xx എക്സ് വൈ ആർ എക്സ് വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. അപ്പോൾ ഇക്വേഷൻ കണ്ടിട്ട് കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് സെക്യൂരിറ്റി എക്സ്, അതായത് സെക്യൂരിറ്റി എക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോൻ്റെ പ്രപ്പോർഷനാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അതുമാതിരി എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്, സെക്യൂരിറ്റി വൈയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോൻ്റെ പ്രപ്പോർഷൻ. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എക്സിൻ്റെ ആണ്. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി വൈൻ്റെ ആണ് പറയുന്നത്. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ആർ എക്സ് വൈ എന്ന് പറയുന്നത് എന്താ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കോവേരിയൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് കോറിലേഷൻ ആ മെത്തേഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മൾ ഇക്വേഷനിലോട്ടെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഒന്ന് കാണാപ്പാടാൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Given the following examples, find out the expected risk of the portfolio. പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സെക്യൂരിറ്റീസുകളായിട്ട് രണ്ട് സെക്യൂരിറ്റീസുകളും നമുക്ക് തന്നിട്ടുണ്ട്, ACCയും DCMും. അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ACCൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10ഉം അതുമാതിരി DCMൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 15ഉം ആണ്. ഇനി പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ACCൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 40 ആണ്. അതുമാതിരി DCMൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 60 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ACCൻ്റെ എന്താ 0.02 ആണ്, 0.2 ആണ് വരുന്നത്. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് DCMൻ്റെ വന്നിട്ട് 0.3 ആണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, 0.5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റഡിൻ്റെ പ്രപ്പോർഷൻ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ACCൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക്
40 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 40 എന്നിട്ട് നമുക്ക് ഇത്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രപ്പോർഷനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പ്രപ്പോർഷൻ 40 ആണ്. അപ്പോൾ 0.40 സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ എക്സ് ആയിട്ടുള്ളത് ECC ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ 0.2 സ്ക്വയർ എഴുതി വയ്ക്കുന്നു, പ്ലസ് നമ്മുടെ വൈൻ്റെ, അതായത് XY സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? DCMൻ്റെ ഇൻവെസ്റ്റഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 0.06 സ്ക്വയർ ഇൻറ്റു നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 0.3 അല്ലേ. അപ്പോൾ 0.3 സ്ക്വയർ പ്ലസ് ഇനി 2, അത് ഇക്വേഷനിൽ 2 ഇടുക, XY എത്രയാണ് നമ്മുടെ 0.4, അതുമാതിരി XY എന്ന് പറയുന്നത് 0.6 ആണ്. ഇനി RXY എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ 2 സെക്യൂരിറ്റീസ് ഈ 0.5 ആണ്. അപ്പോൾ നമ്മൾ അതേമാതിരി എഴുതി വയ്ക്കുന്നു, 0.5 ഇൻറ്റു നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 0.2ഉം 0.3ഉം. അപ്പോൾ നമ്മൾ അതുവരെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഉത്തരം കിട്ടും. അതായത് നമ്മുടെ ഇവിടുത്തെ 0.40 സ്ക്വയറും 0.2 സ്ക്വയറും അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.0064 ആണ് കിട്ടുന്നത്. പ്ലസ് നമ്മുടെ 0.6 സ്ക്വയർ ഇൻറ്റു 0.3 സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 0.0324 ആണ് കിട്ടുന്നത്. പ്ലസ് 2 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഇൻറ്റു 0.5 ഇൻറ്റു 0.2 ഇൻറ്റു 0.3 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.0144 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം. അതായത് 0.0664 പ്ലസ് 0.0324 പ്ലസ് 0.0144 അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടണത് 0.0532 ആണ് കിട്ടണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 0.0532 കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ആ റൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് √0.0532 അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.231. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് 0.231 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇക്വേഷൻ ഒന്ന് കാണാപ്പാടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യനിൽ നിന്ന് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടി. ദർ ആർ 2 സെക്യൂരിറ്റീസ് എക്സ് ആൻഡ് വൈ വിത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് 15% ആൻഡ് 24% റെസ്പെക്റ്റീവ്ലി. ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 35% ആൻഡ് 25%. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ വെയ്റ്റഡ് ഈക്വലി ബിറ്റ്വീൻ 2 സെക്യൂരിറ്റീസ് ഇഫ് ദെയർ കോറിലേഷൻ ഈസ് 0.9. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എക്സിൻ്റെ എത്ര 50%, അതുമാതിരി വൈൻ്റെ വന്നിട്ട് 24%. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വന്നിട്ട് 35%, വൈൻ്റെ വന്നിട്ട് നമുക്ക് 52% ആണ് തന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെയ്റ്റഡ് ഈക്വലി അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈക്വലി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15-50 ആയിട്ടാണ് നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈക്വലി അങ്ങനെ വേണം നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ കോറിലേഷനും തന്നിട്ടുണ്ട്. നമുക്ക് 0.9 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ സ്ക്വയർ പ്ലസ് 2xx XY RXY. ഈ RXY ആണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കോറിലേഷൻ തന്നിട്ടുള്ളത്. -0.9 ആണ് കേട്ടോ. -0.9 ആണ് നമുക്കത് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ കാൽക്കുലേഷൻ, അതായത് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.5 ആണ് നമ്മുടെ ഇവിടുത്തെ എന്ത് വരണത്
വെയ്റ്റഡ് ഈക്വലി, അതായത് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റഡ് പ്രപ്പോർഷൻ ചെയ്തിരിക്കുന്നത് ഈക്വലി ആണ് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 0.5 ആണ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ 0.5 സ്ക്വയർ, അതുമാതിരി സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35 സ്ക്വയർ പ്ലസ് ഇവിടെ വീണ്ടും നമ്മൾ ഈക്വലി വെയിറ്റ് ചെയ്ത കാര്യം, അതായത് പ്രപ്പോർഷൻ്റെ കാര്യം, 0.5 സ്ക്വയർ ഇൻറ്റു നമ്മുടെ എത്ര 52% ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ പ്ലസ് 2, പിന്നെ നമ്മുടെ എക്സ് എക്സ് എത്ര 0.5 ഇൻറ്റു 0.5 കേട്ടോ. ശ്രദ്ധിക്കണേ, പ്രപ്പോർഷൻ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി RXY എന്ന് പറയുന്നത് നമ്മുടെ കോറിലേഷൻ മൈനസ് 0.9 ഇൻറ്റു നമ്മുടെ 35% സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 52% സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മൾ എന്താ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 0.5 സ്ക്വയർ ഇൻറ്റു 35 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരണത് 306.25 പ്ലസ് 0.5 സ്ക്വയർ ഇൻറ്റു 52 സ്ക്വയർ ഈസ് ഈക്വൽ ടു 676 ആണ് കിട്ടുന്നത്. ഇനി പ്ലസ് 2 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു മൈനസ് 0.9 ഇൻറ്റു 35 ഇൻറ്റു 52. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരേണ്ടത് 890 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ അത് കൂട്ടുന്ന സമയത്ത് നമുക്ക് 163.25 ആണ് കിട്ടുന്നത്. അതിൻ്റെ റൂട്ട് നമ്മൾ ചെയ്യുക. അതിൻ്റെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ. അതിൻ്റെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, റൂട്ട് ഓഫ് 163.25 ഈസ് ഇക്വൽ ടു 12.78%. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതായത് ഇപ്പോൾ വരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യവും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടിയും തന്നിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് A ആൻഡ് B ഹാവ് ദ ഫോളോയിങ് റിട്ടേൺ ഫോർ ദ പാസ്റ്റ് 2 ഇയേഴ്സ്. അതായത് പാസ്റ്റിൽ 2 ഇയേഴ്സിലെ റിട്ടേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ 2 ഇയറുകളാണ്, അതായത് 2014 ആൻഡ് 2015 ആണ് തന്നിരിക്കുന്നത്. റിട്ടേൺ നമുക്ക് പെർസെൻറ്റേജ്, അതായത് എയും ബി ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ 2014 പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ എ എന്ന് പറയുന്നത് 12%, 15 വന്നിട്ട് നമുക്ക് ഇത്ര 18% ആണ് തന്നിരിക്കുന്നത്. 2014 ബീൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര 14%, 2015 വന്നിട്ട് 12% ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത് സബ് പാർട്ടായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ മെയ്ഡ് ഓഫ് 60% ഓഫ് എ ആൻഡ് 40% ഓഫ് ബി. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് പാർട്ടിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമുണ്ടായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്ക്. ഓരോ സ്റ്റോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ കോവേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എ ആൻഡ് ബി. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർട്ട് 2ലാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ കോറിലേഷനും കോവേരിയൻസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് മെഷർ ചെയ്യുമ്പോഴുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ മെയ്ഡ് അപ്പ് ഓഫ് 60% ഓഫ് എ ആൻഡ് 40% ഓഫ് ബി. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ നേരത്തെ ചെയ്തുള്ള ആ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോയിൽ നിന്നുള്ള റിട്ടേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ XI ഇൻറ്റു RI. ഇതിൽ XI എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ XI എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റഡ്, അതായത് പ്രപ്പോർഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ പ്രപ്പോർഷനാണ് കേട്ടോ അത്. അതുമാതിരി RI എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് എത്രയാണ് 60%ഉം 40% ആണ് നമ്മുടെ പ്രപ്പോർഷനായിട്ട് തന്നിരിക്കുന്നത്. റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ 12ഉം അതുമാതിരി 18ഉം
12ഉം 18ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രപ്പോർഷൻ എഴുതി വയ്ക്കുക. അതായത് 0.6 ഇൻറ്റു 12 ആണ് നമ്മുടെ അവിടുത്തെ പെർസെൻറ്റേജ്, റിട്ടേണിൻ്റെ പെർസെൻറ്റേജ്, പ്ലസ് 0.4 ആണ് നമ്മുടെ അടുത്ത പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, പ്ലസ് 18 ആണ് നമ്മുടെ റിട്ടേൺ. അപ്പോൾ 0.6 ഇൻറ്റു 12 പ്ലസ് 0.4 ഇൻറ്റു 18 ഈസ് ഇക്വൽ ടു 7.2 പ്ലസ് 7.2 ഈസ് ഇക്വൽ ടു 14.4 ആണ് നമ്മുടെ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് എൻ്റെ നമുക്ക് കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു √R1 മൈനസ് R⁻1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് 6 തന്നിട്ടുണ്ട്. R1 ആണ് നമ്മുടെ ഇവിടുത്തെ റിട്ടേൺ ആയിട്ട് തന്നിരിക്കുന്നത്. 2 റിട്ടേൺസുകളാണ് സ്റ്റോക്ക് എൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 12ഉം 18ഉം. അപ്പോൾ അത് നമ്മളിവിടെ കോളമായിട്ട് എഴുതി വയ്ക്കുന്നു. 12 ആൻഡ് 18 ആണ് എഴുതി വയ്ക്കുന്നു. പിന്നെ ഡീവിയേഷൻ്റെ ഒരു കോളം ആൻഡ് ഡി സ്ക്വയറിൻ്റെ ഒരു കോളം. അപ്പോൾ ഇതിൽ റിട്ടേൺ എന്ന് പറയുന്നത് 12 പ്ലസ് 18 ഈസ് ഈക്വൽ ടു 30 ആണ് നമുക്ക് കിട്ടുന്നത്. 30 ഡിവൈഡഡ് ബൈ 2, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് നമ്പർ നമുക്ക് എത്രയാണ്? ഇയേഴ്സിൻ്റെ നമ്പർ തന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 15 ആണ് നമുക്ക് വരുന്നത് R⁻1 എന്ന് പറയുന്നത്. അപ്പോൾ R മൈനസ് R⁻1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 മൈനസ് 15 ഈസ് ഈക്വൽ ടു -3 ആണ്. അതുമാതിരി 18 മൈനസ് 15 ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, അതായത് -3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണ് വരുന്നത്. അതുമാതിരി 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതായത് 9 + 9 ഈസ് ഈക്വൽ ടു 18. അപ്പോൾ √18 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? √9 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ സ്റ്റോക്ക് എൻ്റെ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഇനി സ്റ്റോക്ക് ബീൻ്റെ കണ്ടുപിടിക്കാം. സ്റ്റോക്ക് ബീൻ്റെ നമ്മുടെ റിട്ടേൺ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. 14ഉം അതുമാതിരി 12 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോളം വരച്ചിട്ട് 14ഉം 12 എഴുതി വയ്ക്കുന്നു. അപ്പോൾ 14 + 12 ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വന്നിട്ടുള്ള 2. അപ്പോൾ 26 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് 13 ആണ് കിട്ടുന്നത്. ഇനി ഡീവിയേഷൻ അതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുന്നു. 14 മൈനസ് 13 ഈസ് ഈക്വൽ ടു 1 ആണ്. 12 മൈനസ് 13 ഈസ് ഈക്വൽ ടു -1. ഇനി അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ, -1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ 1 + 1 ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ √2 ഡിവൈഡഡ് ബൈ 2 നമ്പർ ഓഫ് ഇയേഴ്സ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് √1 കിട്ടും. √1 ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് ബി. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? കോവേരിയൻസും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് എന്താണ്? കോവേരിയൻസ് XY ഈസ് ഈക്വൽ ടു സിഗ്മ RX മൈനസ് R⁻X ഇൻറ്റു RY മൈനസ് R⁻Y ഡിവൈഡഡ് ബൈ N ആണ് നമ്മുടെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ടേബിൾ വരയ്ക്കേണ്ടത്? ടേബിളിന് ആദ്യം റിട്ടേണിൻ്റെ ഒരു ടേബിൾ വേണം, ഡീവിയേഷൻ്റെ ടേബിൾ വേണം, റിട്ടേൺ അതായത് വൈൻ്റെ വീണ്ടും ടേബിൾ വേണം, ഡീവിയേഷനും പിന്നെ D × D 2 ഡീവിയേഷനും കൂടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര? 12ഉം രണ്ടാമത്തെ 18 ആണ്. അതിൻ്റെ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര? 12 + 18 ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 15 ആണ് കിട്ടുന്നത്. അപ്പോൾ 12 മൈനസ് 15 ഈസ് ഈക്വൽ ടു -3 തന്നെ. 18 മൈനസ് 15 ഈസ് ഈക്വൽ ടു 3 തന്നെയാണ് കേട്ടോ. ഇനി അത് നേരത്തെ മാതിരി തന്നെയാണ് കേട്ടോ ഡീവിയേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ റിട്ടേൺ വൈൻ്റെ വന്നിട്ട് 14 ആണ് നമ്മുടെ റിട്ടേൺ. അതുമാതിരി 12 ആണ് അടുത്ത റിട്ടേൺ. അപ്പോൾ 14 + 12 ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 2 നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഈസ് ഈക്വൽ ടു നമുക്ക് 13 ആണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ 14 മൈനസ് 13 ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ വന്നിട്ട് 1 ആണ്. അതുമാതിരി 12 മൈനസ് 13 ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ വന്നിട്ട് -1 ആണ്. അപ്പോൾ ഈ 2 ഡീവിയേഷനും കൂടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് -3 × 1 ഈസ് ഈക്വൽ ടു -3 തന്നെയാണ് കിട്ടുന്നത്. 3 × -1 എന്ന് പറയുമ്പോൾ -3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. -3 + -3 ഈസ് ഈക്വൽ ടു -6 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? RX മൈനസ് R⁻Xും RY മൈനസ് R⁻Yയും നമുക്ക് കിട്ടി. -6 ആണ് നമ്മുടേത്. ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 2 എഴുതി വയ്ക്കുന്നു. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? -3 ആണ് നമ്മുടെ ഇവിടുത്തെ
കോവേരിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കണ്ടേ. കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കോവേരിയൻസ്, അതായത് RXY ഈസ് ഈക്വൽ ടു കോവേരിയൻസ് XY ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കോവേരിയൻസ് ഉണ്ടല്ലോ, അത് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Xൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Yൻ്റെയും. എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ 3 ആണ് വരുന്നത് കേട്ടോ. എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് A എന്ന് പറയുന്നത് 3 ആണ്. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ കോവേരിയൻസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതായത് കോവേരിയൻസ് വന്നിട്ട് നമുക്ക് -3 ആണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X എന്ന് പറയുന്നത് 3 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 × 1 ചെയ്യാം. -3 ഡിവൈഡഡ് ബൈ 3 × 1 ഈസ് ഈക്വൽ ടു -1 ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ -1 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ലെസ് റിസ്ക് അല്ലെങ്കിൽ നിൽ റിസ്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ പ്രപ്പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ. എന്താ 60%ഉം 14%ഉം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച മാതിരി ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ P ഈസ് ഈക്വൽ ടു XX സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X സ്ക്വയർ പ്ലസ് XY സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y സ്ക്വയർ പ്ലസ് 2XX XY ഇൻറ്റു RXY സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y. അപ്പോൾ ഇതിൽ XX എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പ്രപ്പോർഷൻസ് ഇല്ലേ, അതായത് 60%ഉം 40%ഉം. അപ്പോൾ അതാണ് XX എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പെർസെൻറ്റേജ് പറയുമ്പോൾ 0.6 സ്ക്വയർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, എക്സിൻ്റെ 3 അല്ലേ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് XY സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ എത്ര 40% പറഞ്ഞു. അപ്പോൾ 0.4 സ്ക്വയർ. നമ്മുടെ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് 1 അല്ലേ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2XX 0.6 ഇൻറ്റു 0XY എന്ന് പറയുമ്പോൾ 0.4 ആണ്. RXY എന്ന് പറഞ്ഞാൽ എത്ര, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ -1. അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെ വന്നിട്ട് 3, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈൻ്റെ വന്നിട്ട് 1. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 0.6 സ്ക്വയർ 0.6 സ്ക്വയർ 3 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3.24 പ്ലസ് 0.4 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 0.16 കിട്ടും. ഇനി 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 -1 ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് -1.44 ആണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 1.96 ആണ് കിട്ടുന്നത്. അതിൻ്റെ റൂട്ട് നമ്മൾ ചെയ്യാം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ P ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.96 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് പോർട്ട്ഫോളിയോ റിസ്ക് ആയിട്ട് വരുന്നത് 1.4 ആണ് കേട്ടോ. അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ 1.4 ആണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. എത്രയാണ് 1.4. അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിരുന്നു. പിന്നെ രണ്ടാമത് കണ്ടുപിടിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് കോവേരിയൻസ് ആൻഡ് കോറിലേഷൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് പോർട്ട്ഫോളിയോ റിസ്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി ആണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്